പ്രണയം ഇസ്ലാമിൽ ഹറാമാണെന്ന് നിങ്ങൾ പറയുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് പ്രണയത്തിനെ ഇത്രമാത്രം മനോഹരമാക്കിയത് ഇസ്ലാമാണ്. ആയിഷ ബീവി ചുണ്ടുവെച്ച അതേ സ്ഥലം തേടിപ്പിടിച്ച് അവിടെ തന്നെ ചുണ്ടുവെച്ച് കുടിച്ച റസൂലുള്ളാൻ്റെ പ്രണയം, പേടിച്ച് വിറച്ചു വന്ന റസൂലിനെ പുതപ്പിച്ച് ചേർത്ത് പിടിച്ച ഖദീജ ബീവിയുടെ പ്രണയം, നമ്മുടെ അലിയാർ തങ്ങൾ ചെയ്തതുപോലെ മദീനയിലെ ഏറ്റവും സുന്ദരിയായ റസൂലുള്ളാൻ്റെ മകളായിരുന്നു പ്രിയപ്പെട്ട ഫാത്തിമ ബീവി. എല്ലാവർക്കും തോന്നുന്ന പോലെ അലിയാർ തങ്ങൾക്കും ഒരു ആഗ്രഹം തോന്നി. ആ സമയത്ത് അലിയാർ തങ്ങൾ നേരിട്ട് പറഞ്ഞത് ഫാത്തിമ ബീവിയോടല്ല, റസൂലുള്ളാൻ്റെ അടുത്ത് ഇങ്ങനെ നാണിച്ച് കുണുങ്ങി നിൽക്കുന്നുണ്ട് അലിയാർ തങ്ങൾ. ആ സമയത്ത് റസൂലുള്ളാന് കാര്യം മനസ്സിലായി. റസൂലുള്ള ചോദിക്കുന്നുണ്ട്, എന്തേ അലിയെ നീ വന്ന കാര്യം പറയുക എന്ന്. അങ്ങനെ റസൂലുള്ളാൻ്റെ അടുത്ത് അലിയാർ തങ്ങൾ ആവശ്യം പറയുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയ പ്രണയം അവസാനം ഫാത്തിമ ബീവി വഫാത്താകുമ്പോൾ നീ ഇല്ലാത്ത ലോകം ഒട്ടും സുന്ദരമല്ല ഫാത്തിമ എന്ന് പറഞ്ഞ് ഈ ലോകത്തിൽ നിറം മങ്ങി ജീവിച്ച അലിയാർ തങ്ങളുടെ പ്രണയമല്ലേ ഏറ്റവും മനോഹരം. ഒരാളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരു ഫെബ്രുവരി 14 തന്നെ വരണമെന്നൊന്നുമില്ല. പ്രണയമെന്നത് ആരോടും ആർക്കും എപ്പോഴും തോന്നാവുന്നതാണ്. അതിനെ ഹലാലായ വഴികളിലേക്ക് ആക്കുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ പ്രണയം.